ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തിരുവചനം വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. എത്ര നല്ല വചനം! നമ്മുടെ സഹനങ്ങൾ അല്പകാലത്തേക്ക് മാത്രമാണ്. ആരുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടോ മനസ്സിലാക്കുക, ദൈവം ഇഷ്ടപ്പെടുന്നവർക്കാണ് സഹനങ്ങൾ കൊടുക്കുന്നത്. നമുക്ക് വിശുദ്ധ പത്രോസിൻ്റെ കാര്യം തന്നെ നോക്കാം. എത്ര പ്രാവശ്യം തമ്പുരാനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൊള്ളാവുന്നവനാക്കി സഭയുടെ താക്കോൽ കൊടുക്കാൻ തക്കവിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ബൈബിളിലൂടെ നിങ്ങൾ നോക്കിയാൽ ഒരു എടുത്തുചാട്ടക്കാരനാണ് പത്രോസ്. ഒരാവേശത്തിൽ എടുത്തു ചാടുന്നു. വെള്ളത്തിന് മീതെ നടന്നു വരുന്ന കർത്താവിനെ കണ്ടപ്പോൾ പെട്ടെന്നൊരു തോന്നൽ, എനിക്കും അങ്ങനെ നടക്കണം. കർത്താവെ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരട്ടെ. ഓക്കെ, നീ പോര്. ഒരു വിശ്വാസത്തിൽ എടുത്തു ചാടി. എന്നാൽ എപ്പോഴോ മാനുഷികമായ ഒരു തലത്തിലേക്ക് ചിന്ത പോയപ്പോൾ, വെള്ളത്തിലേക്ക് കണ്ണുകൾ പാഞ്ഞു പോയപ്പോൾ പെട്ടെന്ന് വിശ്വാസത്തിന് ഒരു മങ്ങലേറ്റു, മുങ്ങിത്താഴാൻ തുടങ്ങി. തമ്പുരാൻ അന്നേരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: അല്പവിശ്വാസി, നീ ഭയപ്പെടുന്നത് എന്തിന്? സ്നേഹമുള്ളവരെ, മനുഷ്യരായ നമുക്കും പറ്റുന്നതാണ്. നമ്മൾ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും ചെറിയ ചെറിയ പാളിച്ചകളിൽ ഭയമാണ് നമ്മളെ പലതിലേക്കും വിശ്വാസക്കുറവ് നമുക്ക് തരുന്നത്. വീണ്ടും കാണാം, തമ്പുരാനെ തള്ളിപ്പറയുന്ന ഒരു പത്രോസിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു. എന്നാൽ കർത്താവിൻ്റെ ആ ഒരു നോട്ടം അവന് നേരിടാൻ പറ്റാതെ അവൻ പുറത്തു പോയി പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുക. അതാണ് പത്രോസ്. മാനുഷികമായ തലത്തിൽ താന്നു പോകുമ്പോഴും ഉടനെ അതിൽ നിന്ന് കരകയറാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. വീണ്ടും യേശുക്രിസ്തുവിൻ്റെ ഒരല്പസമയത്തെ അഭാവത്തിൽ വലയും എടുത്ത് ഇറങ്ങുന്ന പത്രോസിൻ്റെ അടുത്തേക്ക് യേശുക്രിസ്തു വരുന്നുണ്ട്. തൻ്റെ ഗുരുവിനെ തിരിച്ചറിയുന്ന പത്രോസ് തൻ്റെ നഗ്നത മറയ്ക്കാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ഞാൻ എപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും ഒരു നിഷ്കളങ്കരായ ഒരു കുഞ്ഞ് കാണിക്കുന്ന ഒരു സ്വഭാവമാണ് പത്രോസ് പലപ്പോഴും കാണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പത്രോസിനെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര വട്ടം, പലവട്ടം തള്ളിപ്പറയുന്നുണ്ട്. എങ്കിലും കർത്താവിന് തൻ്റെ തള്ളിപ്പറഞ്ഞവനെ കൊള്ളാവുന്നവനാക്കി സഭയുടെ താക്കോൽ കൊടുക്കാൻ മാത്രം പത്രോസിനെ തമ്പുരാൻ സ്നേഹിച്ചു. ആ സ്നേഹമാണ് നമുക്കും നേടേണ്ടത്. സഹനങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കണം. ഒത്തിരി മാതൃകകളുണ്ട് സഹനത്തിൽ പിടിച്ചു നിന്നവർ. നമ്മുടെ ജോസഫ് പിതാവിനെ ഏറ്റവും ഇഷ്ടമുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടവൻ. അവൻ പല പല കഷ്ടങ്ങൾ താണ്ടുന്നുണ്ട്. സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുന്നുണ്ട്. എന്നാലും ആ പൊട്ടക്കിണറിൽ നിന്നും കയറി വന്നപ്പോഴും നിശബ്ദനായി ഒരക്ഷരം ഉരിയാടാതെ, സഹോദരന്മാരോട് ഒന്നും മറുത്ത് സംസാരിക്കാതെ അവൻ മുമ്പോട്ട് പോവുകയാണ്. ആ പോകുന്ന പോക്കിലും അടുത്ത സഹനം ഇതാ വരുന്നു. അടിമയായി ഈജിപ്തുകാർക്ക് അവൻ വിൽക്കപ്പെടുന്നുണ്ട്. അടിമയായി വിൽക്കപ്പെട്ടപ്പോഴും വീണ്ടും സഹനങ്ങൾ വന്നു. ജയിലിലകപ്പെട്ടപ്പോഴും അവൻ റിയാക്ട് ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, അവന് ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നപ്പോഴും അവൻ്റെ ആ സ്വപ്നം അവൻ്റെ തലയിൽ ഓടിക്കളിക്കുന്നത് കൊണ്ട് അവൻ്റെ ആ സഹനങ്ങളായി അവൻ കണക്കിലെടുത്തില്ല. അവൻ അറിയാമായിരുന്നു ഒരിക്കൽ ഈജിപ്തിൻ്റെ അധിപനാകുമെന്ന്. നമുക്കും ഈ സ്വപ്നവും ഈ പ്രതീക്ഷയും ആണ് മുമ്പോട്ട് പോകാൻ ഏറ്റവും ആവശ്യമായി വരുന്നത്. ഒരു സ്വപ്നങ്ങളുള്ള, ലക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ വളരെ സ്മൂത്തായി കാണുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും.
സ്നേഹമുള്ളവരെ, നമുക്ക് സഹനങ്ങളിൽ തകരാതെ പരിപൂർണരായി ശക്തരായി നമുക്ക് സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം നേർന്നുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു. ഹാവ് എ നൈസ് ഡേ. എൽസി ജോസ്.